രേണികയെ കൂട്ടിക്കൊണ്ടുപോകാനായി നിർമ്മല ടീച്ചർ വീണ്ടും താലോലത്തിൽ വന്നു. മോളെ, നിനക്കിവിടെ സുഖാണോ മോളെ? എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല മോളെ. ഓരോന്ന് ചിന്തിച്ചിട്ട് എനിക്ക് ആകെ പേടി തോന്നുന്നു. ഒന്നും പേടിക്കണ്ടമ്മേ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം എന്നോട് വലിയ സ്നേഹമാണ്. അമ്മയ്ക്കറിയോ ഇവിടെ ഉള്ളവരെ പറ്റി? വലിയ വലിയ കുടുംബങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാ. അച്ഛനും അമ്മയുള്ളവർ, ഭർത്താവുള്ളവർ, പണക്കാരായ മക്കളുള്ളവർ, എല്ലാം ഉണ്ടായിട്ടും അനാഥരായി തീർന്നവർ. പുറം ലോകത്തെയാ ഇവർക്ക് പേടി. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷേ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. നിന്നെയും കൊണ്ട് വീട്ടിലേക്ക് പോവാനാ ഞാൻ വന്നത്. ഞാൻ വരില്ലമ്മേ. രാധികേച്ചി, ധനേട്ടൻ, പിന്നെ മറ്റുള്ളവർ, അവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ ആരായിരിക്കും? പിഴച്ചവൾ. നാട്ടുകാരും അങ്ങനെയല്ലേ പറയൂ. കല്യാണത്തിന് മുൻപ് ഗർഭിണിയായ പെൺകുട്ടിയെ നാട്ടുകാരും വീട്ടുകാരും ഏത് കണ്ണിൽ കാണുമെന്ന് എനിക്ക് വ്യക്തമായി അറിയാം മോളെ. ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, ഒന്നും കണ്ടതുമില്ല കേട്ടതുമില്ല. ഞാനും നീ മാത്രമുള്ള കൊച്ചു വീട്, അത് മതി എനിക്ക്. പിന്നെ ശ്യാം, അവൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. ദയവായി അയാളുടെ കാര്യം അമ്മ എന്നോട് പറയരുത്. പുച്ഛം എനിക്ക് അയാളോട്. സ്വീകരിക്കാൻ തയ്യാറാണ് പോലും. എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാവാത്ത കാര്യമാ അയാൾ എന്നോട് ആവശ്യപ്പെട്ടത്. മോളെ, ഒരു നാട്യക്കാരിയെ ജീവിക്കാൻ എനിക്കാവില്ലമ്മേ. വേണ്ടമ്മേ, മതി. അയാളെ കുറിച്ച് ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. രേണികെ, എന്താ മോളെ ഇങ്ങനെയൊക്കെ? എന്റെ കൂടെ അവള് വരില്ലെന്ന്. എന്റെ കുഞ്ഞില്ലാതെ എനിക്കവിടെ കഴിയാൻ പറ്റില്ല മാഡം. അതെന്താ ഇവള് മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കാഞ്ഞിട്ടല്ലമ്മേ. പിന്നെ പിന്നെ എന്തുകൊണ്ട് നിനക്ക് എന്നോടൊപ്പം വന്നാൽ? അത് പിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നത് മറ്റാരും അല്ലല്ലോ, രേണികയുടെ അമ്മ തന്നെയല്ലേ. നോക്കൂ, ഇവിടെ വന്നെത്തുന്ന ഏതൊരു സ്ത്രീക്കും പുറത്ത് ആരോരും ഇല്ലാതെ വരുമ്പോഴാണ്, ജീവിതം നഷ്ടപ്പെടുമ്പോഴാണ് ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത്. രേണികയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ദേ, അമ്മ നിൽക്കുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന രേണികയുടെ അമ്മ. അതുകൊണ്ട് രേണിക അമ്മയോടൊപ്പം പോണം. രേണുകെ, മാഡം പറഞ്ഞത് ശരിയാ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, അതൊക്കെ തരണം ചെയ്യാനുള്ള മാനസിക നില ഇപ്പൊ രേണുകയ്ക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. തീരുമാനങ്ങളെല്ലാം രേണുകയുടേത് മാത്രമായിരിക്കും. ഞങ്ങൾ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഈ മാതൃസ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങൾക്കാവില്ല. എന്താ രേണിക, അമ്മയോടൊപ്പം പോവില്ലേ? മറിച്ചൊരു തീരുമാനം രേണികയിൽ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
മീനാക്ഷിയാണോ നോക്കുന്നേ? അവൾ അകത്തുണ്ട്. മീനാക്ഷി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും മീനാക്ഷിയെ കാണാൻ. അമ്മേ, ഞാൻ വരുന്നില്ലമ്മേ. ഞാനിവിടെ നിൽക്കാൻ അമ്മ അനുവദിക്കണം. ഇപ്പോ ഇവിടുത്തെ ചുറ്റുപാടുകളുമായി രേണിക ഇണങ്ങിക്കഴിഞ്ഞു ടീച്ചർ. അവളുടെ താല്പര്യം അതാണെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ പഴയ ഓർമ്മകൾ അലട്ടാൻ തുടങ്ങും. അത് മാനസികമായി അവളെ തളർത്തുകയും ചെയ്യും. അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും അത് ബാധിക്കും. മീനാച്ചി, മീനാച്ചി, അനന്തൂടെ അമ്മാവ പാത്തിയാ? അമ്മ പുറത്തു പോയിരിക്കല്ലേ അനന്തു? അനന്തുവിനോട് പറഞ്ഞിട്ടല്ലേ പോയത്? എപ്പോ വരും? ഉടനെ വരും. അനന്തൂന് അലുവ കൊണ്ടുവരുമാ? അലുവ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. എനക്കിപ്പോ വേണോ? മീനാക്ഷി ചെന്ന് അനന്തുവിന് ഒരു കഷ്ണം അലുവ എടുത്തു കൊടുക്ക്. എനക്ക് 2 കഷ്ണം വേണം, മീനാക്ഷിക്കും കൂടാ. ചെല്ലേ. രേണു ചേച്ചി ശീഘ്രം കൊണ്ടുവന്നാക്കാ പോലീസുക്കും അലുവ കൊടുക്കറേൻ. അതിന് ഒരു കഷ്ണം അലുവ പോരാ, ഒരു പെട്ടി അലുവ വേണം. തരുവോ? 2 പെട്ടി കൊടുക്കറേ. ഇല്ലയാ മീനാക്ഷി? അച്ഛല്ലേ. സുഭദ്രാമ്മയുടെ മകനാ, ബുദ്ധിവികാസം കുറവാ. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ അയാളുടെ ധാരണ. സുഭദ്രാമ്മ ഡാൻസ് ടീച്ചറാ. ഇപ്പോ 85 വയസ്സിനുമേൽ പ്രായമുണ്ട്. എന്നിട്ടും ഡാൻസിനോടുള്ള ആഭിമുഖ്യത്തിന് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല. ഓഹോ, വളരെ വിചിത്ര അവരുടെ കഥ. ബുദ്ധി വികസിക്കാത്ത അനന്തുവിനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാ അവരിപ്പോഴും കരുതുന്നത്. അനന്തുവിനു വേണ്ടി സ്വന്തം വീടും നാടും പോലും സുഭദ്രാമയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. கண்ணா, இந்த தண்ணியை எடுத்து 3 வாட்டி இப்படி சுட்டி 3 வாட்டி அன்னத்தை எடுத்து இப்படி சாப்பிடணும். வேணாமா? ஏண்டா இப்படி சொன்னா கேட்க மாட்டேங்கிற? கடவுளே, உனக்கு பதில் நான் செய்யறேன். கடவுளே, நல்ல புத்தி கொடு இவனுக்கு. சரி, சாப்பிட்டா சாப்பிடுறா,
இழைச்சு போய் கிடக்க ஆ. போதும் போதும், இதையாவது சாப்பிடட்டும். சாப்பிடுடா, வேண்டாம்மா, கொஞ்சம் சாப்பிடுடா. வேண்டாம்மா. ஏன்டா இப்படி அடம் பிடிக்கிற? நல்ல பையனா கொஞ்சம் சாப்பிடுறா. எனக்கு தான் வேண்டாம்னு சொன்னல. நல்லா தயிர் விட்டு உப்பு போட்டு பிசைஞ்சு தரேன்டா கண்ணா. வேண்டாம். சாப்பிடுறா. வேண்டாம்மா. அடகடவுளே, என்ன செய்யறது? ஆ, ஒரு ஆனை போல ஒரு முட்டை வாங்கி கொடுக்கறேன், சாப்பிடுறியா? ஆ. மீனாட்சி, மீனாட்சி, தயிர் கொஞ்சம் கொடுமா. இப்ப பாரு நீ எப்படி சாப்பிட போறேன்னு. இப்ப தாண்டா எனக்கு சந்தோஷம். சாப்பிடு. ஆ. இப்ப எப்படி இருக்கு? ഒരു കുഴപ്പമില്ലല്ലോ അനന്തോണ്ണന്. இருக்கு. இந்த குழாய் எடுத்து வச்சு பாருங்களேன். இதையும் கொஞ்சம் எடுத்து வச்சு பாருங்களேன். ആ, മരുന്ന് തരാട്ടോ. அப்படின்னா இந்த மாத்திரை கொடுங்க. ശരി. ദാ, നല്ല മധുരമുള്ള മുട്ടായിയാ. ഇത് കഴിച്ചാ എല്ലാം മാറും. ദാ. ശരി. நந்து, நந்து, எங்கடா போனே? நந்து. ஓ, இங்க நிக்கிறியா? ஏண்டா இவ்வளவு நேரமா குளிக்கவே இல்லையா? ஏன் இப்படி இருக்க? குளிக்க கூடாதா? காலையும் நேரம் உடம்பும் ஏன் இப்படி இருக்க? ராஜா மாதிரி இருக்க வேண்டிய நீ ஏண்டா இப்படி இருக்க? வாசனை சோப்பு தான் வாங்கி கொடுத்திருக்கேனே, எதுக்கு? நல்லா தேய்ச்சு குளி. போ, போடா, போய் குளிச்சுட்டு வா, நானும் வரேன். സുഭദ്രാമ്യാണ് ആ പത്രപരസ്യം ആദ്യം കണ്ടത്.
ഇപ്പൊ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ, ചെറിയൊരു പനി. ദാ, ഇത് രാവിലെ രാത്രി ഓരോന്ന്, ഇത് ഛർദിലിന്. മോളെ മോളെ ഇത് കണ്ടോ? ഇത് നോക്ക്.